ഒരു മുസ്ലിം നാട്ടിൽ വന്ന് ജന്ന എന്ന് പറഞ്ഞ ആ സ്ത്രീ റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഈ ചെയ്തു വെച്ച കാര്യങ്ങൾ വെറും തെണ്ടിത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. ആ പുറകിലിരിക്കുന്ന ഒരാൾക്ക് കുടുംബമുണ്ടെന്നും അയാൾക്കൊരു ജീവിതമുണ്ടെന്നും അതൊന്നും ഒരു വിഷയമാക്കാണ്ട് സ്വന്തം റീച്ചിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ മറ്റൊരാളുടെ ജീവിതം ആ ഒരു കാരണവശാൽ തകരുകയാണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തത് എന്തെന്ന് വെച്ചാൽ ഞാൻ കാരണം ഞാൻ മൂലം ആ ഒരു വീഡിയോ കുട്ടികളോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്തവരോ കാണരുത് എന്നുള്ളൊരു ചിന്ത കാരണം കൊണ്ട് മാത്രമാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബസ്സിലെ സംഭവം അത് നമ്മൾ ഒരുപാട് കേട്ടും കണ്ടും അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ വെറും റീച്ചിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തുവെങ്കിൽ പുതുതലമുറകൾ ഇത് കണ്ടു വളർന്നു കഴിഞ്ഞാൽ ആ ഒരു പാത സ്വീകരിക്കുമെന്നുള്ളൊരു കാരണവശാൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നെ അതുമാത്രമല്ല, ആ ഒരു കഴുതപ്പുറത്ത് ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ല, 2 പ്രാവശ്യമായിട്ടാണ് ആ സ്ത്രീ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്യാപ്പിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും ആ ഒരാളോട് കയറി ഇരിക്കാൻ പറഞ്ഞതാണോ അയാൾ കയറി ഇരുന്നതാണോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനൊരു ക്ലാരിറ്റി കിട്ടാണ്ട് പല വീഡിയോസും അതിനെക്കുറിച്ച് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന വീഡിയോസിന് താഴെ പല കമൻറ്റും വരുന്നുണ്ട്, പല ബാഡായിട്ടുള്ള കമൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പുതുതലമുറകൾ വളർന്നു വരുന്നതെന്നുള്ള കാര്യം നമ്മളെ മൈൻഡിൽ എന്നും വേണം. അപ്പോൾ ആ ഒരു സ്ത്രീ വെറും റീച്ചിന് വേണ്ടി ചെയ്തതാണെങ്കിൽ മാത്രം ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ ഇനി ഇമാതിരി വീഡിയോസ് കൊണ്ട് ആരും വരരുത്. കാരണം എന്തെന്ന് വെച്ചാൽ വളർന്നു വരുന്ന തലമുറകളുടെ മനസ്സിൽ ഇമാതിരി വിഷങ്ങൾ കുത്തി നിറക്കരുത്. അപ്പോൾ റീച്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോടും ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, സോഷ്യൽ മീഡിയ നല്ലതാണ്, പക്ഷേ അത് നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക.